മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ വിവിധ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്കായി പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും കൃഷി ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം സർക്കാർ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ വിവിധ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. മാത്യു കുഴൽനാടൻ MLAയ്ക്കും നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിക്കും ഒപ്പമെത്തിയാണ് സന്ദർശനം നടത്തിയത്. ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്കായി പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങളാണ് കോതമംഗലവും മൂവാറ്റുപുഴയുമെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം ജില്ലയിൽ പൊതുവെ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മൂവാറ്റുപുഴ കോതമംഗലം ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ തന്നെ മൂവാറ്റുപുഴയാറിൻ്റെ തീരത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ. വീടുകളിൽ വെള്ളം കയറുകയും അധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നത്. ഇവിടെ മുനിസിപ്പാലിറ്റി ബഹുമാനപ്പെട്ട MLAയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ വന്ന് കാണുമ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടുവാനായിട്ടും പ്രതിരോധിക്കാനും ഒക്കെ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും, അതുപോലെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെയായി ചേർന്നുകൊണ്ട് എടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമ്പിൽ കഴിയുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള കുറവുകളും ഉണ്ടാകാതെ സർക്കാർ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിമയാർന്ന നാടൻ മസാലകളുടെ വിപുലമായ ശേഖരങ്ങളുമായി മൂവാറ്റുപുഴയുടെ സ്വന്തം മസാലക്കൂട്ട്. ഗുണമേന്മയുള്ള ഇൻസ്റ്റന്റ് മസാലകളും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മില്ലറ്റ് കൊണ്ട് നിർമ്മിച്ച പുട്ടുപൊടിയും വിവിധങ്ങളായ ചായപൊടികളും വ്യത്യസ്തങ്ങളായ 20-ൽ പരം അച്ചാറുകളും തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളും മസാലക്കൂട്ടിൽ ലഭ്യമാണ്.